നമസ്കാരം. വെട്ട ന്യൂസ് പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. കാപ്പ നിയമം ലംഘിച്ച് നാട്ടിലെത്തിയ പ്രതിയെ തിരൂർ പോലീസ് പിടികൂടി. വാക്കാട് മാസ്റ്റർപടി സ്വദേശി പാറപ്പുറത്ത് ശിഹാബിനെയാണ് പോലീസ് പിടികൂടിയത്. മൾട്ടി സ്പോർട്സ് ഫെസിലിറ്റി സെന്റർ നിർമ്മാണോദ്ഘാടനം മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു. താന്നാളൂർ മൂലക്കൽ ദേവദാർ പാലത്തിന് കീഴിലാണ് സ്ഥാപിക്കുന്നത്. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഇരട്ട പദ്ധതികൾക്ക് തുടക്കം. പദ്ധതിയുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ജസീറ ബാനു നിർവഹിച്ചു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP റംലയും ഭർത്താവും CPM-ൽ നിന്ന് രാജിവെച്ച് മുസ്ലിം ലീഗിൽ ചേർന്നു. ആലത്തിയൂർ ലീഗ് ഹൗസിൽ വെച്ച് മെമ്പർഷിപ്പ് നൽകി. കുറ്റിപ്പുറം ഉപജില്ലാ കലോത്സവത്തിന്റെ പന്തൽക്കാൽ നാട്ടൽ കർമ്മം കൽപ്പകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP വാഹിദ നിർവഹിച്ചു. നവംബർ 3 മുതൽ 7 വരെയാണ് കലോത്സവം. സംസ്ഥാന സർക്കാർ PM ശ്രീയിൽ ഒപ്പുവെക്കുന്നതിൽ പ്രതിഷേധിച്ച് MSF വെട്ടം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. കാപ്പ നിയമം ലംഘിച്ച് നാട്ടിലെത്തിയ പ്രതിയെ തിരൂർ പോലീസ് പിടികൂടി. വാക്കാട് മാസ്റ്റർപടി സ്വദേശി പാറപ്പുറത്ത് ശിഹാബിനെയാണ് പറവണ്ണയിൽ വെച്ച് തിരൂർ പോലീസ് പിടികൂടിയത്. ലഹരിക്കടത്ത്, പീഡനക്കേസ്, അടിപിടി തുടങ്ങി നിരവധി കേസുകളിലെ പ്രതിയാണ് ശിഹാബ്. തൃശൂർ മേഖല DIGയുടെ ഉത്തരവ് പ്രകാരം 2025 സെപ്റ്റംബർ മാസത്തിലാണ് 6 മാസത്തേക്ക് ഇയാളെ നാടുകടത്തിയത്. തുടർന്ന് നാടുകടത്തിയ പ്രതി നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് എന്ന രഹസ്യവിവരം തിരൂർ DYSPക്ക് ലഭിച്ചു. തിരൂർ DYSP AJ ജോൺസണും തിരൂർ SHO വിഷ്ണുവിൻ്റെയും പ്രത്യേക നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർമാരായ സുജിത്, മിഥുൻ, പോലീസ് ഉദ്യോഗസ്ഥനായ ഉണ്ണിക്കുട്ടൻ എന്നിവർ ചേർന്ന് പ്രതിയെ പിടികൂടി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വെട്ട ന്യൂസ് തിരൂർ. സംസ്ഥാന കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് താന്നാളൂർ മൂലക്കൽ ദേവദാർ പാലത്തിന് കീഴിലായി സ്ഥാപിക്കുന്ന മൾട്ടി സ്പോർട്സ് ഫെസിലിറ്റി സെന്ററിന്റെ ശിലാസ്ഥാപന കർമ്മം കായിക ന്യൂനപക്ഷ ക്ഷേമ വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. താന്നാളൂർ മൂലക്കൽ ദേവദാർ പാലത്തിന് കീഴിൽ സ്ഥാപിക്കുന്ന മൾട്ടി സ്പോർട്സ് ഫെസിലിറ്റി സെന്ററിന്റെ ശിലാസ്ഥാപന കർമ്മം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു. ഈ കോർട്ട് ആദ്യം നല്ല പുല്ല് പാകിയിട്ടുള്ള നല്ല ഗ്രൗണ്ടായിരുന്നു. അപ്പോൾ അത് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഇവരൊക്കെ പറയുന്നത്. അതൊരു അന്താരാഷ്ട്ര നല്ല നിലവാരമുള്ള പിച്ചാണ്. സത്യത്തിൽ ഫുട്ബോളിന് സാധാരണ അതാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സ്പോർട്സിന് കുറെ കൂടി സൗകര്യമുള്ള ഒരു കോർട്ട് വേണം എന്ന് ഇവരാവശ്യപ്പെട്ടപ്പോൾ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഒരു സ്റ്റേഡിയമാണ്. അപ്പോൾ അവിടെ നിലവിലുള്ള കുറച്ചുകൂടി സ്ഥലം ചേർത്ത് വലിയ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിക്കുന്ന ഒരു മട്ടർക്കും അതോടൊപ്പം തന്നെ ഒരു 200-300 മീറ്റർ ഓടാൻ കഴിയുന്ന ഒരു ട്രാക്കും നിർമ്മിക്കാനാണ് അതിനുള്ള സൗകര്യം. രണ്ടാമത് പൊളിച്ചു പണിയാണ്. ആ ഒരു പ്രവൃത്തിയും ഇതിന്റെ കൂടെ തന്നെ നടക്കുന്നു. സ്പോർട്സ് കേരള ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് അഷ്റഫ് പദ്ധതിയെ സംബന്ധിച്ച റിപ്പോർട്ട് അവതരിപ്പിച്ചു. SSLC, +2, USS, LSS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കുടുംബശ്രീ, ഹരിത കർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവരെയും ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഖാദർ കുട്ടി വിശാരത്ത്, വാർഡ് മെമ്പർമാരായ ഫാത്തിമ, PV ഷൺമുഖൻ, പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വി അബ്ദുൽ റസാഖ് സ്വാഗതവും ലൈജു നന്ദിയും പറഞ്ഞു. വെട്ട ന്യൂസ് താന്നാളൂർ.
തിരുനാവായ ഗ്രാമപഞ്ചായത്തിൽ 2024-25, 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാർഡ് 4-ലെ കോന്നല്ലൂർ റോഡ് വികസന പ്രവൃത്തി ഉദ്ഘാടനവും വീട്ടുമുറ്റത്ത് ഒരു പച്ചക്കറിത്തോട്ടം എന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും വാർഡ് മെമ്പർ ജസീറ ബാനു നിർവഹിച്ചു. 12 ലക്ഷം രൂപ വകയിരുത്തിയാണ് കോന്നല്ലൂർ റോഡ് നിർമ്മിക്കുന്നത്. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് 12 ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിക്കുന്ന കോന്നല്ലൂർ റോഡിന്റെയും വീട്ടുമുറ്റത്ത് ഒരു പച്ചക്കറിത്തോട്ടം എന്ന പദ്ധതിയുടെയും ഭാഗമായി 300 കുടുംബങ്ങൾക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തും വളവും വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ജസീറ ബാനു നിർവഹിച്ചു. കോന്നല്ലൂർ പാടത്ത് പീടികയുടെ പരിസരത്ത് നടത്തിയ പരിപാടി അബ്ദുൽ കുട്ടി കടവത്ത്, KP ഷാഫി, KK ഷാക്കിർ, VP മുനീർ, VP റഫീഖ്, KK ഷിഹാബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രാദേശിക തലത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് നടത്തുന്ന ഈ 2 പദ്ധതികൾക്കും നാട്ടുകാർ വിപുലമായ സ്വീകരണം നൽകി. വെട്ടന്യൂസ് തിരുനാവായ. മുൻ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗവും തൃപ്രങ്ങോടി LC മെമ്പറുമായ CP റംലയും ഭർത്താവും CPIM-ൽ നിന്ന് രാജിവെച്ച് മുസ്ലിം ലീഗിൽ ചേർന്നു. ആലത്തിയൂർ ലീഗ് ഹൗസിൽ ചേർന്ന സ്വീകരണ യോഗം നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് RK ഹമീദ് ഉദ്ഘാടനം ചെയ്തു. NA ബാബ, NP ഹലീമ എന്നിവർ മെമ്പർഷിപ്പ് നൽകി. ആലത്തിയൂർ ലീഗ് ഹൗസിൽ ചേർന്ന സ്വീകരണ യോഗം നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് RK ഹമീദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് M മുസ്തഫ അധ്യക്ഷത വഹിച്ചു. NA ബാബ, മുജീബ് പൂളക്കൽ, IP ജലീൽ, നിയോജകമണ്ഡലം വനിതാ ലീഗ് സെക്രട്ടറി NP ഹലീമ, ബ്ലോക്ക് മെമ്പർ VP ഹംസ, PK കമറുദ്ദീൻ, VP യാഹുട്ടി, ഫൈസൽ എടശ്ശേരി എന്നിവർ സംസാരിച്ചു. വെട്ടന്യൂസ് ആലത്തിയൂർ. കുറ്റിപ്പുറം ഉപജില്ലാ കലോത്സവത്തിന്റെ പന്തൽക്കാൽ നാട്ടൽ കർമ്മം കൽപ്പകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP വാഹിദ നിർവഹിച്ചു. നവംബർ 3 മുതൽ 7 വരെ കല്ലിങ്ങൽപ്പറമ്പ് MSM ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. കല്ലിങ്ങൽപ്പറമ്പ് MSM ഹയർ സെക്കൻഡറി സ്കൂളിലെ പന്തൽക്കാൽ നാട്ടൽ കർമ്മത്തിൽ സ്റ്റേജ് ആൻഡ് പന്തൽ ചെയർമാൻ രാമചന്ദ്രൻ നെല്ലിക്കുന്ന്, കൺവീനർ മുഹമ്മദ് അബ്ദുൽ ജലീൽ, മാനേജർ കോട്ടയിൽ അബ്ദുൽ ലത്തീഫ്, PTA പ്രസിഡന്റ് P മഖ്ബൂൽ, ഹെഡ്മാസ്റ്റർ S ദേവരാജൻ, CAO മുഹമ്മദ് ചുങ്കത്ത്, മുഹമ്മദ് റാഫി, ശ്രീലത, MT മനാഫ്, ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. വെട്ടന്യൂസ് കൽപ്പകഞ്ചേരി. സംസ്ഥാന സർക്കാർ PM ശ്രീയിൽ ഒപ്പുവെക്കുന്നതിൽ പ്രതിഷേധിച്ച് MSM വെട്ടം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ഒപ്പിടുന്നതിൽ പ്രതിഷേധിച്ച് പരിയാപുരത്ത് MSF വെട്ടം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പ്രകടനത്തിൽ അംജദ് ഹുസൈൻ വാഫി, റഫ്സൽ, റഷാദ്, മുഫ്തിൽ തങ്ങൾ, ഫാറൂഖ്, ഷഹനാദ്, മിസ്ഹാബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടന്യൂസ് BP അങ്ങാടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.